ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നാളെയാണ് LDCയുടെ ആദ്യഘട്ട എക്സാം നടക്കാൻ പോകുന്നത്. നാളെ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ കാം ആൻഡ് കൂളായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടത് സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ആ ഒരു മോട്ടിവേറ്റഡ് മൈൻഡോട് കൂടി തന്നെ വേണം നമ്മൾ ഓരോ എക്സാം അപ്രോച്ച് ചെയ്യാനും. ഓക്കെ, ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിലും അറിയാമായിരിക്കും, ഒരാള് നമ്മളോട് പറയുകയാണ് നിന്നെ കൊണ്ട് അത് സാധിക്കും എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമില്ലേ, ആ ഒരു ഊർജ്ജം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തേലൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ കണ്ടു. അതിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോയ കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, എസ്പെഷ്യലി 2024 കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് എല്ലാ സബ്ജക്ട്സിൽ നിന്നും ഫാക്ട്സ് ഒന്നും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് എല്ലാ ഏരിയാസും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മെയിൻലി ഇതിൽ സെൻറ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ലാസ്റ്റത്തിലാണ് നമ്മൾ കുറച്ചധികം അതായത് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പാൻഷൻസ് പറയുന്നതോടൊപ്പം നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻ വർഷ ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ജസ്റ്റ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ഇനി അറിയാത്തവരും ഉണ്ടാകാം കേട്ടോ. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആകട്ടെ. നാളെ എഴുതാൻ പോകുന്നവർക്ക് മാത്രമല്ല, ഇനി അങ്ങോട്ട് LDC എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും, LDC മാത്രമല്ല ഏതൊരു എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, കുറച്ച് കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഇതിലാണ് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ സോറി ഫോർ ദാറ്റ്. എനിവേസ് നമ്മൾ പരീക്ഷയുടെ ആ ഒരു പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് വരെ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ. മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ്. അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ, നേരത്തെ പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നവരും ഉണ്ടാവും. എന്നാലും നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടിലോട്ട് കിടക്കാം. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? നോക്കിയേ, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. അപ്പൊ ഇത് 2024 23-ലെയും 22-ലെയും 21-ലേക്കും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തണ്ണീർത്തടങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ 2008 ഓഗസ്റ്റ് 11 പ്രത്യേകത എന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണ് പ്രത്യേകത? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് അല്ലെ. അപ്പോ അതായത് ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആക്ട് അങ്ങനെയാണ് വന്നത്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഈ തണ്ണീർത്തടങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ തണ്ണീർത്തടങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പഠിക്കുന്നുണ്ട്. എന്താണ്? റാംസാർ ഉടമ്പടി അല്ലെ. അപ്പോൾ എന്താണ് റാംസാർ ഉടമ്പടി എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. 1971 ഇറാനിലെ റാംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഉച്ചകോടി സംഘടിപ്പിക്കപ്പെടുന്നു അല്ലെ, 1971. ഓക്കെ, ഇനി ഈ 1971 ഫെബ്രുവരി 2 ഈ തണ്ണീർത്തട ഉടമ്പടി എന്നും അറിയപ്പെടുന്ന ഈ റാംസാർ ഉടമ്പടി അംഗീകരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് അല്ലെ. അപ്പോൾ ഈ തണ്ണീർത്തട ദിനം പക്ഷെ നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി 2 എന്ന് പറയുന്നത് 1971 തൊട്ടല്ല ആചരിക്കാൻ തുടങ്ങിയത്, 1997 മുതലാണ് കേട്ടോ ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഇറേസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പ്രമേയം കണ്ടു അല്ലെ, 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടു. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലോക തണ്ണീർത്തട ദിനം 1997 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? റാംസാർ ഉടമ്പടിയാണ് അല്ലെ, 1971 റാംസാർ ഉടമ്പടിയാണ്. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മുൻപത് ഉത്തർപ്രദേശ് ആയിരുന്നു കേട്ടോ. അറ്റ് പ്രസന്റ് 82 റാംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇനി കേരളത്തിലെ റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം അല്ലെ, അഷ്ടമുടി കായല്, വേമ്പനാട് കായല്,
ശാസ്താംകോട്ട കായൽ. അപ്പോൾ ഇത് മൂന്നും 2002 റാംസാർ സൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആ കായലുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു 2 ഏരിയയും നമ്മൾ എന്താവും, തറോ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ അടുത്ത കാര്യം നോക്കി, തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രത്യേകത എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ നമ്മൾ അത്രയും ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. എനിവേസ്, കടന്നു പോകുന്ന ദേശീയപാത NH-66 ആണ്. എന്താണ് NH-66ന്റെ പ്രത്യേകത? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് ഇത് NH-66 എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സംഭവം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കുറഞ്ഞതും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക ഏതാണ് കേട്ടോ. അറിയാവുന്നവർ കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഇനി അടുത്ത നോക്കാം. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായിട്ടുള്ള ലോൺ പദ്ധതിയാണ് എന്ത്? ഗ്രീൻ കാർഡ് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ധരശ്രീ എന്നത് ഏത് വിളയുടെ സങ്കരയിനമാണ്? കശുവണ്ടിയുടെ സങ്കരയിനമാണ് കേട്ടോ ധരശ്രീ എന്ന് പറയുന്നത്. കുറേയധികം സങ്കരയിനം, അതായത് വിളകളുടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് അല്ലെ. നെല്ലിന്റെ, അതുപോലെ തന്നെ വെണ്ട, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കുറേ അധികം ഉണ്ട്, അത്രയും ഡീറ്റെയിൽസിലോട്ട് പോകണ്ട എന്ന് വെച്ചിട്ടാണ്. ഇനി അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകൻ ആരാണ്? ചെറുവയൽ രാമൻ. അദ്ദേഹം വയനാട് ജില്ലക്കാരനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകൻ ആരാണ്? ചെറുവയൽ രാമൻ. ഇനി 2023 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ആരാണ്? ഹെയ്ദി കുൻ. ഓക്കെ, ഹെയ്ദി കുൻ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കി, നാളികേര വികസന ബോർഡ് എവിടെയാണ്? നാളികേര വികസന ബോർഡ് കൊച്ചിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. എന്നാൽ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബാലരാമപുരം, തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോരുത്. നാളികേര വികസന ബോർഡ് കൊച്ചിയാണ്, നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബാലരാമപുരമാണ് കേട്ടോ. ഇനി നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്, ഇത്രയും സ്ഥലങ്ങളിൽ എന്തുണ്ട്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ അല്ലാത്തതെന്നോ അങ്ങനെ വല്ലതൊക്കെ ചോദിക്കാലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കി, ISL 10ാം സീസൺ ഫൈനലിൽ മോഹൻ ബഗാനെ തോൽപ്പിച്ച് മുംബൈ സിറ്റിയാണ് കിരീടം സ്വന്തമാക്കിയത്. ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. 10ാം സീസൺ ഫൈനലിൽ മോഹൻ ബഗാനെ തോൽപ്പിച്ച് ആരാണ് വിജയ കിരീടം ചൂടിയത്? മുംബൈ സിറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. 2024 മെയ്യിൽ യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരം ആരാണ്? കരീന കപൂറാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തത് നോക്കി, 2024 മെയ്യിൽ കുസാറ്റിലെ മറൈൻ ബയോളജി വകുപ്പിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബാറ്റ്ലിപ്സ് ചന്ദ്രയാനി. അപ്പൊ ഇതൊരു ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണല്ലേ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ബാറ്റ്ലിപ്സ് ചന്ദ്രയാനി. ഓക്കെ, അടുത്ത് നോക്കാം. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ്? ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ്? നിർഭയ്. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, നിർഭയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? അബുദാബിയാണ് കേട്ടോ. വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? അബുദാബിയാണ്. നമ്മൾ നേരത്തെ വേറൊരു സംഭവം കണ്ടിരുന്നു അല്ലെ, അത് വേൾഡ് ഫുഡ് പ്രൈസ് ആയിരുന്നു അല്ലെ. അടുത്ത നോക്കി, 2023 G20 പ്രമേയം എന്താണ്? വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ, വസുദൈവ കുടുംബകം. ഇതാണ് കേട്ടോ പ്രമേയം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത നോക്കി, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? കിളിക്കൊഞ്ചൽ. ഓക്കെ, അപ്പൊ കോവിഡ് സമയത്തൊക്കെ ഇതേപോലെയുള്ള കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ട് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ചതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കി, നമ്മളിനി നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് എക്സ്പാൻഷൻസ്
എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കും എന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം സിമ്പിളായിട്ട് തോന്നുന്നവരുണ്ടാകാം കേട്ടോ. തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പമല്ലേ, ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ. എന്നാലും അറിയാത്തവരും ഉണ്ടാകാം, അല്ലെങ്കിൽ വളരെയധികം എപ്പോഴും തെറ്റിപ്പോകാൻ ചാൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളവരും ഉണ്ടാകാം. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരു മാർക്കാണെങ്കിൽ കൂടി നമുക്കത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിലതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ റീസെൻ്റ് ആയിട്ട് നടന്ന PSC എക്സാംസിൽ പോലും ചോദിച്ചിട്ടുണ്ട്, എക്സ്പാൻഷൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഓരോന്നിനെ കേന്ദ്രീകരിച്ച് പഠിച്ചു പോകും. എനിവേസ് അതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. എനിവേസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നോക്കിയേ, കിൻഫ്രയുടെ ഫുൾ ഫോം എന്താ? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇൻഫ്ര എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് നോക്കിയേ, കില എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അടുത്തത് നോക്കി കിഫ്ബി എല്ലാവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. കാരണം കിഫ്ബി എന്ന് നമ്മൾ പറയുമെങ്കിലും ബി കഴിഞ്ഞിട്ട് ഒരു ഐ ഇല്ല ആക്ച്വലി. ഓക്കെ, കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കിഫ്ബി സാധാരണ ഇപ്പോൾ ബി എന്ന് പറയുന്ന പോലെ തന്നെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് ഒരു ഐ ഇല്ല, അത് ശ്രദ്ധിക്കണം. കിഫ്ബിയുടെ ഫുൾ ഫോം എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. ഇനി അടുത്തത്, ഇതും ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, KSETൽ. എന്താണ് KSETൽ? കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അപ്പോൾ ഈ ഐകൾ വരുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഇൻഡസ്ട്രി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, ഇൻഫർമേഷൻ അതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എന്താണ് ശ്രദ്ധിച്ച് നോക്കി വെച്ചിരിക്കുക. KSETൽ എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇനി ഡയറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇനി കെ സ്വിഫ്റ്റ് എന്താണ്? KSRTCയുടെ സ്വതന്ത്ര കമ്പനിയാണ് എന്ത്? KSRTC സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, KSRTC സ്വിഫ്റ്റ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാ? ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നിലവിൽ വന്നത്? ആനയറ, തിരുവനന്തപുരത്ത് ആനയറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മളുടെ ഇവിടുത്തെ കെ സ്വിഫ്റ്റ് എന്താണ്? കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എന്താണ് കെ സ്വിഫ്റ്റ്? കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. ഓക്കെ, ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. അപ്പോൾ മറന്നു പോകരുത്. അടുത്ത നോക്കാം, സ്പാർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഇനി എന്താണ് നാറ്റ്പാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. എന്താണ്? നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. അപ്പോൾ ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്നത്. 1976 വരുന്നത്. ഓക്കെ, 1976. എന്താണ് ഫുൾ ഫോം? നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ ആക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ്? ആക്കുളം. ഓക്കെ, ഇനി അടുത്ത നോക്കി, KHRI എന്താ? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്താണ്? KHRI കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഒരു റിസർച്ച് സ്ഥാപനം, ഏക റിസർച്ച് സ്ഥാപനമാണ് എന്ത്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് എന്ത്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? KHRI എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കാര്യവട്ടമാണ്, തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ്. ഇനി അടുത്ത് നോക്കി, കേരള അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, KURTC. നമ്മൾ KSRTC അറിയാം അല്ലേ, അതുപോലെ KURTC എന്താണ്? കേരള അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2015 കേട്ടോ. 2015 ഏപ്രിൽ 2 ഏപ്രിൽ 12 ഈ പറഞ്ഞ KURTC വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായിട്ട് 2014 നിലവിൽ വന്ന ബസ് സർവീസാണ് ഈ KURTC എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം കൊച്ചിയിലെ തേവരയിലാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കി,
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO എല്ലാവർക്കും അറിയാലോ. നമ്മളെ മുൻപത്തെ ഒരു എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിൽ CSO NSSO ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടേക്കൂ കേട്ടോ. അപ്പം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ദെൻ NSSO എന്താണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻപത്തെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ അടുത്തത് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇനി അടുത്തത് നോക്കി, ആസിയാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാനിൽ വരുന്ന രാജ്യങ്ങളെയും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ഇൻകോസ്പാർ എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റിയുടെ CEO ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫോർ സ്പേസ് റിസർച്ച്, സ്പേസിന്റെ SPA വന്നിട്ടുണ്ട് അല്ലെ, പിന്നെ റിസർച്ച്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് എന്ത്? ഇൻകോസ്പാർ. അപ്പോൾ ഈ ഇൻകോസ്പാർ ആക്ച്വലി സ്ഥാപിതമാകുന്നത് 1962 കേട്ടോ. 1962 ഓക്കെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇൻകോസ്പാർ. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആകുന്നത്. ഓക്കെ. അപ്പോൾ 1962 ഫെബ്രുവരിയിലാണ് ഇത് സ്ഥാപിതമായത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കി, ഇൻസാറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇൻസാറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അപ്പൊ എന്താ ഈ ഇൻസാറ്റിന്റെ പ്രത്യേകത? ഈ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഒരു സംഭവത്തിന് അതൊരു സീരീസാണ്. ഇൻസാറ്റ് സീരീസ് കുറച്ച് അധികം ഉണ്ട് അല്ലെ. അപ്പോൾ വാർത്താവിനിമയത്തിനായി ഇന്ത്യ ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഈ ഇൻസാറ്റ് സീരീസിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ പരമ്പരയിൽ കുറെ ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A എന്ന് പറയുന്നത്. ബട്ട് അതൊരു പരാജയമായിരുന്നു. ഓക്കെ. അപ്പോൾ എനിവേസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം GSLV ആണ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ, ഇൻസാറ്റ് പറഞ്ഞപ്പോ എന്താണെന്നുള്ളത്. ഇനി അടുത്തത് നോക്കി, അടുത്തത് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഓക്കെ, PSLV. അപ്പോൾ ഈ PSLV എന്ന് പറയുന്നത് എന്താണ്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? വിക്ഷേപണ വാഹനമാണിത് അല്ലെ. അപ്പോ ഇതില് കുറച്ചധികം ഉണ്ട് അല്ലെ PSLV വിക്ഷേപിച്ചത്. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഒറ്റ വിക്ഷേപണത്തില് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-37 ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണിത് അല്ലെ. കാരണം ഒറ്റയടിക്ക് എത്ര ഉപഗ്രഹങ്ങളാണ്? 104 ഉപഗ്രഹങ്ങളെയാണ് വിക്ഷേപിച്ചത് അല്ലെ. അപ്പോ ഇത് വിക്ഷേപിച്ച തീയതിയും കൂടെ മനസ്സിലാക്കിയിരിക്കുക. 2017 2017 ഫെബ്രുവരി 15. ഓക്കെ, 15 സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ അവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഓക്കെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, ഒറ്റയടിക്ക് 104 ഉപഗ്രഹങ്ങൾ. അതുകൊണ്ട് വാഹനം ഏതാണ്? PSLV C-37. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, PSLVയുടെ എന്താ പറയാ, ISROയുടെ 100ാമത്തെ ദൗത്യം ഉണ്ടല്ലോ. 100ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് PSLV C-21 ആണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. 2012 സെപ്റ്റംബർ 9 ഇത് വിക്ഷേപിച്ചത്. ഓക്കെ. 100ാമത്തെ ദൗത്യം ഏതാണ്? PSLV C-21. ഓക്കെ. അപ്പോൾ 101ാമത്തെ ദൗത്യം കൂടി ഒന്ന് മനസ്സിലാക്കിക്കോളൂ. 101ാമത്തെ ഏതാ? PSLV C-20 ആണ്. ഓക്കെ, ഒന്ന് ഓർച്ചാൽ മതി. PSLV C-20 അത് 2013 ഫെബ്രുവരി 25 വിക്ഷേപിച്ചത്. ഓക്കെ. അപ്പോൾ ഇതിന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, PSLV പറഞ്ഞ കൂട്ടത്തില്ല. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. GSLV, ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. എന്താണ്? ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, അതാണ് GSLV അല്ലെ. ഇപ്പൊ GSLVയും എന്താണ്? ഒരു വിക്ഷേപണ വാഹനമാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടല്ലോ, അത് വിജയകരമായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് GSLV D5 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, GSLV D5. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് എന്താണ്? IIRS എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണ് IIRSന്റെ ഫുൾ ഫോം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെയൊക്കെ വിശകലനത്തിനും അതുപോലെ തന്നെ സ്റ്റഡീസിനും ഒക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഇന്റർപ്രിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം 1966 ഡെറാഡൂണിൽ സ്ഥാപിതമാകുന്നുണ്ട്. അതിന്റെ പേരാണ് പിന്നീട് IIRS അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്നായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ റിമോട്ട് സെൻസിങ് ഇന്ത്യയിൽ എങ്ങനെയാണ് അതിന്റെ ഇപ്പോൾ നമ്മൾ കണ്ടു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. IIRS എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഭുവൻ എന്ന് പറയുന്നൊരു കാര്യം കൂടി. എന്താണ് ഭുവൻ?
അതായത് സ്വന്തം ഉപഗ്രഹങ്ങളെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് എന്ത് ഭുവൻ. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് ഇന്ത്യയിൽ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ IIRS പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് IRNSS. എന്താണ് IRNSS? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് കേട്ടോ. അത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലത്തെ ഷോർട്ട് ഫോംസിൻ്റെ എക്സ്പാൻഷൻസ് നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. എനിവേസ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലായിട്ട് സെറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.